ഹലോ ഫ്രണ്ട്സ്, അബേലിയ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. കിണ്ണത്തപ്പമാണ് കേട്ടോ. അത് ഇഡലിത്തട്ടിൽ കോരി ഒഴിച്ച് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ എടുത്തേക്കുന്നത് മഡോണയുടെ അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഇത് അവൽ എടുത്തിട്ടുണ്ട്, ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ കുറച്ച് പൂളി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ചിരകിയത് നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ പൂളി എടുത്ത തേങ്ങ മിക്സിയിലിട്ട് ഇടത് സൈഡിലേക്കൊന്ന് കറക്കി മൊത്തത്തിൽ തേങ്ങ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആദ്യമേ കുറച്ച് അരിപ്പയിൽ അരിച്ച് നമ്മൾ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈസ്റ്റുണ്ട്, ഏലക്കയുണ്ട്, അവലുണ്ട്, ചോറുണ്ട്, അരിപ്പൊടിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുവാണേ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ തേങ്ങ ചിരകിയതും കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഞാനും ഇവിടെ ഇതുപോലെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. എൻ്റെ അഭിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇഡലിയായിട്ട് പുഴുങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇഡലിയായിട്ട് അത് ഓരോ പീസായിട്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് ഇഡലി വയ്ക്കുന്ന പോലെ പറക്കിയെടുത്ത് കഴിച്ചുകൊണ്ട് നടക്കാമല്ലോ. അപ്പോൾ അഭിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണത്. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. അന്നേരം ഇപ്പം മമ്മി ഇപ്പോൾ വന്നപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാമെന്നേ. അന്നേരം മമ്മി പറഞ്ഞു പിന്നെ അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മമ്മിയാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കാനാണ്. ശർക്കര ഒഴിച്ചുണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. എനിക്കിങ്ങനെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് മമ്മി ഇപ്പോൾ ഉണ്ടാക്കുന്നതാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ അല്ലാണ്ട് നമ്മൾ പച്ചരിയൊക്കെ ഇട്ട് വെള്ളത്തിൽ കുത്തിട്ടിട്ട് ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനത് എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് കലത്തിലേക്ക് ഒഴിച്ച് വെച്ച് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഡലിത്തട്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആവി കയറി കഴിഞ്ഞപ്പം അതിൻ്റെ തട്ടിലേക്ക് എല്ലാം ഇത്തിരി എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് അതിനകത്തേക്കെല്ലാം മമ്മി മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും ഇത് കഴിക്കാൻ വേണ്ടി നല്ല വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഒരു പ്രത്യേക മണവും ആ മണത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു 2 തട്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്ത തട്ടൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അന്ന് രാവിലെ തിരിച്ച് നാട്ടിൽ പോകണം. പപ്പ മമ്മി ഒന്ന് നാട്ടിൽ പോവാണ് തിരിച്ച്. അപ്പോൾ അതിനിടയ്ക്കാണ് രാവിലെ മമ്മി ഇതൊക്കെ ചെയ്തിട്ടാണ് രാവിലെ ഇനി മമ്മിക്ക് റെഡിയാകാൻ പോകേണ്ടത് കേട്ടോ. മമ്മിയുടെ ഒരു ഇഷ്ടം കൊണ്ടും ഒരു സ്നേഹം കൊണ്ടും മമ്മി രാവിലെ ചോറൊക്കെ വെച്ചു, അപ്പം ചുട്ടു, പിന്നെ ഇത് ഒരു വെറൈറ്റി കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അമ്മ റെഡിയാകാൻ പോയപ്പോൾ ബാക്കി പണി വീണ് ഞാൻ ഏറ്റുപിടിച്ചു. അങ്ങനെ അപ്പം മമ്മീനെ ചേട്ടായിയും പിള്ളേരോട് ചേർന്നിട്ട് അങ്കമാലിൽ കൊണ്ടാക്കി കേട്ടോ. അങ്കമാലിൽ നിന്ന് ബസ്സിലാണ് പോകണത്. അപ്പോൾ ചേട്ടയ്ക്ക് ഡ്യൂട്ടിക്ക് താമസിച്ച് പോയാൽ മതി. പിന്നെ അന്ന് പിള്ളേർക്ക് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളിലും പോകാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.